സിനിമ നടി. ഓക്കെ, സാരിയൊക്കെ ഇട്ട്. അപ്പൊ മമ്മിക്ക് ഇതുപോലെയൊക്കെ പിടിച്ചു നടന്നൂടെ മമ്മി? രേഖ കഴിഞ്ഞ അടുത്ത് ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ അമേരിക്കൻ ചൈനയുള്ള ട്രേഡ് വാറിൽ ഏറ്റവും ബെസ്റ്റ് ടൈമാണ് ചൈന വരാനായിട്ട്. കാരണം ഞങ്ങൾ താമസിക്കുന്ന ഇപ്പോൾ ഇവിടുത്തെ ഒരു ലെതർ മാർക്കറ്റിൻ്റെ നടുക്കാണ്. ഇവിടെ ഇപ്പോൾ ലൂയി വിറ്റോൺ, ഹെർമസ്, അങ്ങനെ ഷെനൽ, ഗുച്ചി ഇവരുടെയൊക്കെ ബാഗ്സ് മാനുഫാക്ചർ ചെയ്യുന്ന ഒരു 80% ചൈനയിൽ നിന്നാണ്. ആക്ച്വലി ലോകത്തിന് എല്ലാവർക്കും അറിയാവുന്നതാണ്, ഈവൻ ദോ ദേ ഡിനൈ ഇറ്റ്. പക്ഷേ അത് നമുക്ക് ഇവിടുന്ന് പണ്ട് വാങ്ങാൻ ഒരു ഓപ്ഷൻ ഇല്ല. ഇൻ ദ സെൻസ് ഒറിജിനൽ മാത്രമേ വാങ്ങാനുള്ള ഓപ്ഷൻ ഉള്ളൂ, പിന്നെ ഫേക്ക് ആയിരുന്നു. പക്ഷെ ഇപ്പം ഇവരുടെ സപ്ലയേഴ്സ് നേരെ വെളി വന്ന് പറഞ്ഞിട്ടുണ്ട് ഇവരാണ് സപ്ലൈ ചെയ്യുന്നത്. സോ യു ഗെറ്റ് ദ എക്സാക്ട് ക്വാളിറ്റി ഓഫ് ദോസ് ബാഗ്സ് ബട്ട് അറ്റ് എ മച്ച് ലോവർ പ്രൈസ്. പക്ഷെ അതിൽ ചിലപ്പോൾ ബ്രാൻഡിങ് കാണില്ല. അപ്പോൾ അതിൻ്റെ ഒരാളുടെ റീല് ഇപ്പോൾ ആൾ ഭയങ്കര ട്രെൻഡിങ് ആണ്. ഞാൻ കണ്ടിരുന്നു, ഞാൻ നോക്കിയപ്പോൾ അയാളുടെ ഷോപ്പ് ഞങ്ങളുടെ തൊട്ടടുത്താണ്. സോ ആദ്യം തന്നെ ഈ പറയുന്നതൊക്കെ സത്യമാണോ നമുക്കൊന്ന് പോയി ചെക്കൗട്ട് ചെയ്യാം. ആൻഡ് നമുക്ക് നോക്കാം ഈ ബെർക്കിനും അല്ല ഹെർമസും അതുപോലെ ലൂയി വിറ്റോൻ്റെ ഒക്കെ ക്വാളിറ്റി ഉള്ള ബാഗ്സ് തന്നെയാണോ, കോപ്പി അല്ല പറയുന്നത്, ഒറിജിനലിന് ആൾക്കാർ തന്നെ വിത്തൗട്ട് ദ ലോഗോ, സെയിം മെറ്റീരിയൽ, സെയിം ക്രാഫ്റ്റ്മാൻഷിപ്പ്, സെയിം ഹാർഡ്വെയർ, നമ്മുടെ സ്ക്രൂസും സിബൊക്കെ, പക്ഷേ വിത്തൗട്ട് ദ ബ്രാൻഡിങ്. ആ സെയിം ഫാക്ടറി ലൂയി വിറ്റോണും ഷെനലൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫാക്ടറിയിൽ നിന്ന് തന്നെയാണ് ഇപ്പം ഇവിടെ ഉള്ള ആ ഷോപ്പിലേക്ക് സാധനങ്ങൾ വരുന്നത്. സോ എന്താ സംഭവം എന്ന് പോയി നോക്കാം. സോ ഈ കാണുന്ന മൊത്തം ലെതറിന്റെ മാർക്കറ്റാണ്. ഡാഡി രാവിലെ നടക്കാൻ പോയെന്ന് ഇല്ലേ? എന്നിട്ട് വേറെ എന്തെങ്കിലും കണ്ടോ? ഒന്നും കണ്ടില്ല. അപ്പുറത്ത് ബാഗും ഷൂസും പെട്ടിയും. ഷൂസ് ഇല്ല, വെറും ബാഗ്. ഓ, അപ്പോൾ സൂട്ട് കേസും കണ്ടുന്ന്. 8-10 മോൾസ് ഈ ഒരു 1 കിലോമീറ്റർ 2 കിലോമീറ്റർ റേഡിയസിലുണ്ട്. ഈ ഷോപ്പ് ഇതിൻ്റെ നിങ്ങളെ റീല് കാണുമ്പോൾ മനസ്സിലായി, റീൽ ഇപ്പോൾ ഇടാം. ആ റീല് കണ്ടാൽ മതി. അയാൾ ഈ മോളിൻ്റെ അകത്താണ് ആളുടെ ഷോപ്പ്. സ്കെയില് മനസ്സിലാക്കാൻ വേണ്ടി 700 ഷോപ്പാ പ്രിയ ഈ മാർക്കറ്റിനകത്ത്. 700 ഷോപ്സ് ആൻഡ് ദിസ് ഇസ് ജസ്റ്റ് വൺ. ഇങ്ങനത്തെ ഒരു 8 എണ്ണം ഉണ്ട്. അല്ലാതെ സ്ട്രീറ്റിലുള്ള വേറെ ഉണ്ട്. ഈ ബിൽഡിംഗ് ഇങ്ങനത്തെ 8 ബിൽഡിങ്സ് ഉണ്ട് ഈ ഏരിയയിൽ. 8 ബിൽഡിംഗ്, 700 ഷോപ്പ് ഒരെണ്ണത്തില്, ഓൺലി ഫോർ ബാഗ്സ്. ഒരു ബിൽഡിങ്ങിൽ 700. അപ്പൊ 5500, ഏകദേശം 6000 കടകൾ കാണും. പക്ഷേ ബാഗ്സിന്റെ അതെ ഒരാളുടെ സന്തോഷം നോക്ക്. എടുക്കാനല്ല, എനിക്ക് ആ വീഡിയോ കണ്ട ആളെ കണ്ടുപിടിക്കണം. പക്ഷെ ഇവിടെ ഇന്നത്തെ ഒരു ഷോപ്പുണ്ട്. ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ട്. അതെ, ഒരു കാര്യം ശ്രദ്ധിച്ചു, ഒന്നും ഫേക്ക് അല്ല, ഫേക്ക് ബാഗ്സ് ഇല്ല, ഹൈ ക്വാളിറ്റി ബാഗ്സ്. പക്ഷെ ഇപ്പം LVയുടെയും ഹെർമസിൻ്റെയും എല്ലാത്തിൻ്റെയും ഇൻസ്പയർഡ് വേർഷൻസ്. ഓ, ഇതൊക്കെ ഇപ്പം ക്ലാസ് ആണ് പറയാ, ക്ലാസ് വിത്തൗട്ട് ബാഡ്ജിങ്. ഇത് ക്വൈറ്റ് ലക്ഷറി എന്ന് പറയുന്ന പോലെ. ഏയ് അത് മാറില്ല. പേൾസിന്റെ ഒക്കെ ബാഗ് നോക്കിന്റെ പ്രിയ, എന്ത് രസം ഇതൊക്കെ. മമ്മി തുടങ്ങിയാലോ ബാഗിന്റെ? ഇനി ഒരു വരവുണ്ട് നമ്മള്, നല്ല കൊറേ ബാഗ്സ് എവിടെയും കിട്ടാത്ത ടൈപ്പ്. നമ്മുടെ സ്റ്റോറി മാത്രം കിട്ടുന്നത് വളരെ റീസണബിളില്. ആ, ഒരു ബ്രാൻഡ് ഒന്നും മറ്റേ ഫേക്കും കോപ്പിയൊന്നും അല്ല, നല്ല ക്വാളിറ്റി. ആ, യൂണിക് സാധനങ്ങൾ. നോക്ക്, മമ്മിയുടെ കൈ നോക്ക്. ഓ, അത് കൊള്ളാം കേട്ടാ. കള്ളന്മാർക്ക് ഈ ബാഗ് കൊണ്ടിട്ട് ഒരു പ്രയോജനം ഇല്ല. ഇവിടെ നിൽക്കുന്നവർക്ക് അറിയില്ല എങ്ങനെ തുറക്കുന്നത്. ഇത് ആ സിമ്പിളാ. പക്ഷെ ഇതിന്റെ അകത്ത് എന്ത് വെക്കും?
You cannot keep anything actually. യു ക്യാൻ കീപ് If we കുറച്ച് can- മേക്കപ്പ് സാധനങ്ങളും. No. You can keep your phone. ഇല്ല, ഫോൺ ഇരിക്കില്ല. You cannot keep your phone. ഫോൺ പോലും പറ്റില്ല. It is just a statement എന്ന രീതിയില്. പക്ഷെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും പ്രയോജനം വേണ്ട സ്റ്റേറ്റ്മെന്റിന്. ഈ ഒരു ഷേപ്പ് ആയതുകൊണ്ട് ബാക്കിയുള്ള ബാഗിലൊക്കെ ആ വെക്കാം. ഇതിലൊക്കെ വെക്കാം കേട്ടാ, ഈ ഷേപ്പിലൊക്കെ വെക്കാം. അതിലായിരുന്നു. 就是你这包， അപ്പൊ 他说 അങ്ങനത്തെ 买 പാറ്റേൺ 一个 എടുക്കുന്നതാ നല്ലത്. 挑3个吧，我说100块钱一个，行不行？ ഇതില് ഇത്ര സ്പേസ് ആ അത് കൊള്ളാലോ. ഫോൺ വെക്കാം, 啊， ഒരു ലിപ്സ്റ്റിക് വെക്കാം, ചെറിയ ചീപ്പ് ടിഷ്യൂ വെക്കാം, എല്ലാം വെക്കാം. 这3个300块。 കൊള്ളാം. മെറ്റലാ പ്ലാസ്റ്റിക്കാ. നൈസ്. വാ വാ. ബ്ലിങ്ക് വേണമെങ്കിൽ ബ്ലിങ്, പേൾസിന്റെ അത് വേണമെങ്കിൽ പേൾസ്. അതല്ലാതെ ഇത് സാറയുടെ ഒരു ഡിസൈനാണ്. നിങ്ങൾ സാറ ക്ലച്ച് ബാഗിന് അടിച്ചു നോക്കി ഏകദേശം ഇത് തന്നെയായിരിക്കും വരുന്നത്. അങ്ങനത്തെ വേണമെങ്കിൽ അങ്ങനത്തെ. ഇത് കൂടുതൽ ബ്ലിങ് ഉള്ള ഷോപ്സ് ആണ് ഈ കാണുന്ന മൊത്തം. ഞങ്ങളിത് ഇത്തവണ എല്ലാം നമുക്ക് ഇഷ്ടപ്പെടുന്നൊക്കെ ഓരോന്നോരോന്ന് വാങ്ങുവാണ്. സോ ദാറ്റ് ഉപയോഗിച്ച് ക്വാളിറ്റി ഒക്കെ ടെസ്റ്റ് ചെയ്ത് അടുത്ത തവണ മേ ബി ഒരു ഹാപ്പി സ്റ്റോറിൽ ബാഗ്സിൻ്റെ കളക്ഷൻസും കൊണ്ടുവരും അല്ലേ? അതിനാണ് എല്ലാം ടെസ്റ്റിങ്. നമ്മൾ ഒരു 6 മാസം ജ്വല്ലറി ടെസ്റ്റ് ചെയ്തു, ഇനി ഒരു 6 മാസം ബാഗ് ടെസ്റ്റ് ചെയ്യട്ടെ. ഇതെടുക്കുന്നുണ്ട്. ഇത് ഭയങ്കര ട്രെൻഡിങ് പാറ്റേൺ ആണ്, ഇവർ തന്നെ പറഞ്ഞു. ഇത് അത്രയും ട്രെൻഡിങ് അല്ല, പക്ഷെ ഇങ്ങനത്തെ ഇഷ്ടമുള്ള കുറേ പേരുണ്ട്. ഇത് ഒരെണ്ണം. അതാണോ എടുക്കുന്നത്? വേറെ ഷേപ്പ്. ഇവിടെ മറ്റേ ആ പുള്ളിയുടെ ഷോപ്പ് കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കട്ടെ. യു ജസ്റ്റ് തിങ്ക് ഓഫ് ദ പാറ്റേൺ, ദ ക്വാളിറ്റി, എവ്രിതിങ് ഇസ് ഹിയർ. എവ്രിതിങ് നോക്ക്. ബാഗ്സിന്റെ ഒക്കെ എന്താ ഇതൊരു ഹൈ എൻഡ് മോൾ പോലെ ഇല്ലേ? ഒരു ഫാക്ടറി ഷോപ്പ് പോലെ ഉണ്ടോ? ഒരു ഹൈ എൻഡ് ബുട്ടീക്ക് മോൾ പോലെ ആണ് അയാളുടെ ഷോപ്പ്. അയാളില്ലായിരിക്കും. ഇതില് പല ഹൈ ക്വാളിറ്റി ബർക്കിൻ ഹെർമെസ്, LV, ഡിയോ ഷനൽ ഇവരുടെയൊക്കെ മാനുഫാക്ചർ ചെയ്യുന്ന ഫാക്ടറി ചൈനയിൽ നിന്നാണ് റിവീൽ ചെയ്തു. ആ ഫാക്ടറിയിൽ നിന്നുള്ള ആ സെയിം പ്രോഡക്ട്സ് വിത്തൗട്ട് ദ ബ്രാൻഡ്, സെയിം മെറ്റീരിയൽ, സെയിം സിപ്പ്, എല്ലാം ഇവിടെയാണ്. ആ സെയിം സ്ഥലത്ത് നിന്നാണ് ഇവരും വാങ്ങുന്നത്. എവറിത്തിങ് ഫ്രം ദ സിപ്പ് ടു ദ ലെതർ, എവറിത്തിങ്. അപ്പോൾ പ്രൈസ് നമുക്ക് ചെക്ക് ചെയ്യാം. എന്നാലും ചീപ്പായിരിക്കില്ല. എന്നാലും 1000, 5000, ആ റേറ്റിലൊന്നും കിട്ടില്ലായിരിക്കും. നമ്മൾ കറക്റ്റായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് കണ്ട, ദ മെറ്റീരിയൽ ആണ് സ്റ്റാൻഡ് ഔട്ട് ക്വാളിറ്റി. ഹെർമേഴ്സിൻ്റെ ബർക്കിനാണ്, പക്ഷേ ഇതിൽ അതിൻ്റെ ബ്രാൻഡിങ് ഇല്ല. അതർ ദാൻ ദാറ്റ് ഓൾ ദ ക്വാളിറ്റി, ദ മെറ്റീരിയൽ, ദ ക്രാഫ്റ്റ്മാൻഷിപ്പ്. ഇത് ഈ ക്യാമറയിൽ ഫോക്കസ് ആകുന്ന സ്റ്റിച്ചിങ്ങിൻ്റെ പെർഫെക്ഷൻ. ഫസ്റ്റ് കോപ്പി പോലും അല്ല. ദ ക്വാളിറ്റി ഈസ് ഔട്ട് സ്റ്റാൻഡിങ്. ദ സ്മെൽ, ദ ഹാർഡ്വെയർ, ഇതിനൊക്കെയാണ് ഒരു ഹാർഡ്വെയർ എന്ന് പറയുന്നത്. ഈ സംഭവങ്ങൾക്കൊക്കെ ഇതൊക്കെ ഹാർഡ്വെയർ പാർട്സാണ്. ഇതൊക്കെ വേറെ ലെവലാണ്. ഇത് കണ്ട, ഇത് വളരെ പോപ്പുലർ ആയിട്ടുള്ളൊരു ഹെർമെസിൻ്റെ മോഡലാണ്. പക്ഷേ വിത്തൗട്ട് ദ ബ്രാൻഡിങ്, ഓൾമോസ്റ്റ് ദ സെയിം മെറ്റീരിയൽ. ഓൾമോസ്റ്റ് അല്ല, ആക്ച്വലി ദ സെയിം മെറ്റീരിയൽ തന്നെയാണ് അവർ ചെയ്തു വെച്ചിരിക്കുന്നത്. ഇത് ഈ സാധനം കണ്ട, ഇതുണ്ടെങ്കിൽ ഇത് ലെതറാണ്. നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയൊക്കെ കൊണ്ടുപോകാനൊക്കെ ആയിട്ടുള്ള ലെതറാണ്. പക്ഷെ അതിൻ്റെ തന്നെ കുറഞ്ഞ സാധനം ഇവിടെ ഉണ്ട്. ഇത് PU ആണ്. അവർ തന്നെ നമ്മളെ പറ്റിക്കലൊന്നുമില്ല, എല്ലാം കറക്റ്റായിട്ട് പറയും. ഇത് PU മെറ്റീരിയലാണ്. ലുക്സ് ദ സെയിം, അറിയാവുന്നവർക്ക് അറിയാം. ആൻഡ് ഇവർ നമ്മളെ കറക്റ്റായിട്ട് ഗൈഡ് ചെയ്യും. ഇതിൻ്റെ ലോക്കും എവറിത്തിങ് ഡിഫറെൻറ്റ് ക്വാളിറ്റീസ് ആണ്. അതല്ലല്ലോ, പറ്റിക്കുന്നില്ലല്ലോ, കറക്റ്റായി പറഞ്ഞു തരുന്നുണ്ടല്ലോ അല്ലേ? ഇവിടെ കാണിക്കാൻ നിന്നുണ്ടല്ലോ, കുറേ ഉണ്ട് കാണിക്കാനായിട്ട്. ഞങ്ങൾ ഏകദേശം ഇപ്പോൾ ഒരു 4 ബാഗ് വാങ്ങി. ആ ബാഗ്സിൻ്റെ ഒക്കെ ഡിസൈൻ നോക്ക്, റോസിൻ്റെ ഒക്കെ പോലത്തെ ബ്യൂട്ടിഫുൾ. നോ ക്വാളിറ്റി നോക്ക്. ഏത് ഇതല്ലേ മമ്മിക്ക്? ഇത് ഭയങ്കര അവിടെ നിന്ന് ഇരുന്ന് കണ്ടിട്ട് ഭയങ്കര ഇഷ്ടമായി. എന്ത് രസമല്ലേ? ഒറിജിനൽ ഡിസൈൻസ് പോലെ കുറേ ബാഗ്സും ഉണ്ട്, കോപ്പി അല്ലാതെ. നോക്ക്, ക്ലോസിൻ്റെ ഒക്കെ ഡിസൈൻ നോക്ക്, എന്താ അല്ലേ? അത് നമുക്ക് റെഡിയാക്കി കൊടുക്കാം. വേറൊരു കാര്യം കണ്ട, ബാക്കിയുള്ള ഇപ്പോൾ എവിടെയെങ്കിലുമൊക്കെ പോയി കഴിഞ്ഞാൽ വീഡിയോ എടുക്കല്ലേ, ഓടിച്ചൊക്കെ വിടും. ഇവിടെ ഒരു കുഴപ്പമില്ല, കാരണം ഇതല്ലേ അവർ ചെയ്യുന്നത്. പബ്ലിസിറ്റി മാത്രമല്ല, ഞാൻ പറയില്ലേ, ബ്രാൻഡിങ് ചെയ്യുന്നില്ലല്ലോ. സോ കോപ്പിയോ ഫേക്കോ അല്ലല്ലോ വെക്കുന്നത്. പാറ്റേൺസ് പക്ഷെ ആ ഒറിജിനലിന്റെ മെറ്റീരിയൽസ് വെച്ച്. ബാ എൻ്റെ അമ്മോ, ഓ ഐ ലവ് ദിസ്. എന്ത് രസം നോക്കി ഈ ബാക്ക് പാക്ക്. ഇതെനിക്ക് വാങ്ങിത്താ പറയാ. നോ ദിസ് വൺ ഐ ലവ് ഇറ്റ് ക്രേസി. അത് തന്നെ ഇതും സൂപ്പർ ആയിട്ടില്ലേ? നല്ല റേറ്റ് ആയിരിക്കും. ലെതറായത് എനിക്കിത് വേണം. പക്ഷെ
അറിയില്ല, ചോദിച്ചു നോക്കട്ടെ. ഡാഡി ബാഗ് ഡാഡി ഇന്നലെ കണ്ടില്ലല്ലോ. ഇല്ല ഇല്ല ഇല്ല. ഞങ്ങള് ബാഗിന്റെയും കൂടെ തുടങ്ങിയാലോ എന്ന് ആലോചിക്കുക. നല്ലതാ. ഏ? ഇതൊന്നും അവിടെ ഒന്നും കിട്ടില്ല. ഓ ഇതൊക്കെ VIP-കൾ ആരാ VIP കൾ ഉപയോഗിക്കുന്നത്? അത് അതായത് ഞാൻ ഉപയോഗിക്കുന്നത് നീ ഉപയോഗിച്ചോ, നീ VIP ഇല്ലേ? ആരും ഉപയോഗിക്കുന്നത് അവര് VIP ആണോ? ആണ്. വെരി നൈസ്. ഓ അത് നല്ല ഡിസൈനാ മമ്മി. അത് ഇവിടെ കിട്ടി. അത് ഇപ്പൊ കിട്ടി. മമ്മിയുടെ കണ്ണിൽ ഇതൊക്കെ കാണുള്ളൂ. ഇവിടെ കളറുള്ളൂ. ഓ അതും കൊള്ളാം. ഇവിടെ ഓരോ ഷോപ്പിലും നല്ല സാധനങ്ങളാ അല്ലേ? ഡിഫറെന്റാ. ആ ബാഗ് കളക്ഷൻ. ഇത് എന്ത് രസം ഇത്. ഫുൾ തിളക്കം. പക്ഷെ ഈ തിളക്കമുള്ളത് ഫാഷൻ ആണോ? ഇതെന്താ അറിയോ, ദിസ് ഇസ് ആക്ച്വലി പാർട്ടി വെയർ ബാഗ്. ഓക്കെ. അതായത് റിസപ്ഷനൊക്കെ പോവല്ലോ കല്യാണത്തിന്. ക്യാരി ചെയ്യാനാ. നല്ല ജിഗി. ഇതിന്റെ വർക്കിന്റെ ഫിനിഷ് വരെ കണ്ടു. ഇവിടെ വരെ നോക്ക് വർക്ക്. ഷോ ഐ എം സോ ഫാസിനേറ്റഡ്. ആണുങ്ങൾക്ക് എന്താ ഇത്രയും ബാഗിനോട് കൗതുകം? എനിക്ക് അതല്ല, ഇവരുടെ ഐഡിയാസും ഡിസൈൻസും പാറ്റേൺസും ഒക്കെ കാണാനായിട്ടേ ഒരു ബിസിനസ് പെർസ്പെക്റ്റീവ് എന്ന് ആലോചിക്കുമ്പോൾ. ഇത് മറ്റേ ബ്ലിങ് ഇല്ലാത്തത്. സോ ബ്ലിങ് ഇല്ലാത്തത് വേണമെങ്കിൽ അതുകൊണ്ട് അല്ല ഡെയിലി യൂസിനുള്ളത്. ഇതൊക്കെ നോക്കൊരു ബർബറിയുടെ പാറ്റേൺ ഇല്ലേ? ബൊട്ടേഗയുടെ പാറ്റേൺ. എനിക്കിത് ബർബറിയുടെ പോലെ തോന്നുന്നത്. ആ ഇതേ ബൊട്ടേഗയുടെ ടൈപ്പ്. എല്ലാം നല്ല ക്വാളിറ്റി. പക്ഷെ ഇവർ പറയുന്നത് എന്താ അറിയോ, ലെതറും ഉണ്ട്, PU ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ നാട്ടിലേക്ക് PU ആണെങ്കിൽ ഹ്യൂമിഡ് ക്ലൈമറ്റിൽ ലാസ്റ്റ് ചെയ്യുന്നു. ഓ നൈസ്. ഇത് ബ്ലിങ്ങും ഉണ്ട്, ഗ്ലാസും ഉണ്ട്, രണ്ടും ഉണ്ട് അല്ലേ? ഇത് കുറച്ച് എക്സ്പെൻസീവ് ലുക്ക് ഇല്ലേ ബാഗ്സിന്? ഏതോ ആ പക്ഷെ ബ്രാൻഡിങ് അവർ ചെയ്യില്ലല്ലോ. ആ കണ്ട പാറ്റേൺസ് ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ എല്ലാ ഇന്റർനാഷണൽ ബ്രാൻഡ്സിൻ്റെ പോലെയുണ്ട്. ക്വാളിറ്റി ഒബ്വിയസ്ലി നമ്മൾ റേറ്റ് കൊടുക്കുന്ന അനുസരിച്ച് നമുക്ക് കിട്ടും. പക്ഷേ ദ ഡിസൈൻ ആൻഡ് ക്രാഫ്റ്റ്മാൻഷിപ്പ്, നമ്മൾ ഓരോ നൂലൊക്കെ ഇങ്ങനെ എടുത്ത് നോക്കിയാൽ പോലും അങ്ങനെ ഡാമേജോ പൊങ്ങിയിട്ടൊന്നുമില്ല. നല്ല ആർട്ടിസാൻസാന്ന് തോന്നുന്നു. ലുക്ക് എന്തോരം വെറൈറ്റീസാന്ന് നോക്ക്. ഇങ്ങനത്തെ ആക്സസറീസ് എനിക്ക് തോന്നുന്നത് സാധാരണ ആൾക്കാർ സെപ്പറേറ്റ് തൂക്കിയിടും. ഇപ്പോൾ ബാഗിൻ്റെ കൂടെയും വരുന്നുണ്ട്. നല്ല രസമുണ്ട് അല്ലേ? ഇതേ ബട്ടർഫ്ലൈയുടെ ഇതേ. പ്രിയ ബാഗിൻ്റെ തുടങ്ങാൻ പ്രിയ. നമുക്ക് നല്ല കളക്ഷൻസ് ഒരു 6 മാസം ഇരുന്ന് റിസർച്ച് ചെയ്ത് ഇവിടുന്ന് ഒരു 10 എണ്ണം വാങ്ങിക്കൊണ്ട് പോയി ടെസ്റ്റ് ചെയ്ത് ലേറ്റസ്റ്റ് പാറ്റേൺസ് ഇറക്കാം അങ്ങോട്ട്. എന്നിട്ട് നല്ല അഫോർഡബിൾ റേറ്റിൽ കൊടുക്കണം. ആദ്യമേ ഇറക്കിയിട്ട് പറയാം പ്രൊസീജിയേഴ്സ്. ഇത് നോക്ക് ഡെനിംസിന്റെ എന്തോരം വെറൈറ്റീസ് ആണ് നോക്ക്. ഡെനിംസിന്റെ മാത്രം. യാ നൈസ്. പാന്റിന്റെ ഇതുപോലെ അല്ലേ? ആ നല്ല രസമുണ്ട്. മുകളിലത്തെ ഡ്രസ്സ് നോക്ക്. ഒരു ഡ്രസ്സ് പോലെ ഇല്ല അത്, മുകളിലത്തെ ബാഗ്. സോറി. പക്ഷേ ഓരോ ഷോപ്പിൽ ഇതൊരു കുറേം കൂടെ ഒരു ഫൺ ക്യാരക്ടേഴ്സ് ഉള്ള ഒരു രീതിയിലുള്ള ബാഗ്സ് ആണ്. കളർഫുൾ, ട്രെൻഡി. ഇത് നോക്ക്. പക്ഷേ കണ്ണുള്ള ബാഗ് നോക്ക്. ആരാ? സ്പ്രാങ്കിയോ? അതാരാ? ഗെയിമാണോ? പാട്ട് പാടും? ക്യാരക്ടർ ഉണ്ടോ? ഓ അത് ഭയങ്കര ഇതായി പോയല്ലോ. അത് ടൂ മച്ചാ. അതെ എത്ര പാർട്ടി വേറെ വാങ്ങുന്നത്? അപ്പൊ പാർട്ടിക്ക് പോകത്ത് ജീവിതത്തിൽ എനിക്കൊന്നും ഒരു 10 വർഷത്തിൽ ഒരു പാർട്ടി പോയിട്ടില്ല. ആ ആവശ്യമുണ്ടോ അടിപ്രിയക്ക് പാർട്ടി? ആ ആ ബർത്ത്ഡേ ഫംഗ്ഷന് പോവില്ല, ഒന്നിനും പോവില്ല. പിന്നെ എന്തിനാ ഇങ്ങനത്തെ? ഒന്നുമല്ല, മമ്മി അതിനെ കാട്ടി പോവും. പോണ്ടേ? പോവില്ല, ഒന്നിനും പോവില്ല. ആ അതെ ഒരിക്കലും ഇടില്ല. ഈ ബാഗ് ബിസിനസ് ചെയ്യണമെന്ന് പറഞ്ഞില്ലേ, പ്രിയയുടെ വാങ്ങിച്ചുകൊണ്ട് പോയ ബാഗിന്റെ കച്ചവടം ചെയ്യാം. അതിനൊരു 10, 20, 40 ഉണ്ട് ഓൾറെഡി. അത് പക്ഷെ ഫുൾ ട്രാൻസ്പാരന്റ് ആട്ടോ. എൻ്റെ അകത്തുള്ള എല്ലാം കാണും. പ്രിയയുടെ എല്ലാ കൂറ സാധനങ്ങളും കാണും. അതുകൊണ്ട് വേണ്ട, അത് ഭയങ്കര റിസ്ക്കാ. പൗച്ചുണ്ട്, അത് ഇടത്തില്ലല്ലോ, വെറുതെ വലിച്ചോരി ഇടത്തല്ലേ ഉള്ളൂ. എല്ലാം ആയിക്കോട്ടെ, സാധനങ്ങൾ കാണില്ല അകത്തുള്ളത്. ആ ബാ. എൻ്റെ ഇടയ്ക്ക് ഇതേ വേദുവിനൊരു ഫ്രണ്ടിനെ കിട്ടി കേട്ടാ. വേദുവിന് ഇങ്ങനെ ഒരാളെ കിട്ടിയാ ഹാപ്പിയാ. ബേബി അത് കേട്ടാ, സൂക്ഷിച്ച് കളിക്കണേ. തുറന്നു കൊടുക്കും, എല്ലാം കാണിച്ചു കൊടുക്കുക. ഡോറൊക്കെ തുറക്കുന്നു.
ഹാപ്പിയാണ് എല്ലാവർക്കും ഒരാളെ കാണിക്കാൻ. ആ ഒരു ടോയ് കിട്ടിയ എൻ്റെ ആളുണ്ടോ അത് വേദു? I am buying this. ഓ വൈൽഡ് ആണ്. This is like a Paris Fashion Week. ആ അതുപോലെ കൊണ്ടുവന്ന ഒരു ബാഗ് പോലെ ഉണ്ട്. അല്ലേ? പക്ഷെ ഇതൊക്കെ ആരാണെങ്കിലും ഒന്ന് നോക്കിപ്പോവും. ഓരോരുത്തരുടെ സ്റ്റൈൽ അനുസരിച്ച് ഓബിയസ്ലി ലൈക്ക് ഇറ്റ് ഓർ നോട്ട്, പക്ഷെ ഇറ്റ്സ് അട്രാക്റ്റീവ്. ഇറ്റ്സ് എ സ്റ്റേറ്റ്മെന്റ്. This is ആരായാലും ചോദിച്ചൂലേ? ആ ചോദിക്കൂല്ലോ എന്താ? ബാഗ്. Very beautiful. അടി ആദ്യമേ ആ കുട്ടിയില്ലേ വേദുവിന് ഇത്രയും ചോക്ലേറ്റ്സ് കൊണ്ടുപോയി കൊടുത്തേ, എന്നിട്ട് ഒരു ചോക്ലേറ്റും കൂടെ കൊണ്ടുപോയി കൊടുത്തു, എന്നിട്ട് വലിച്ചോണ്ടും കൊണ്ടുപോയി വേദുവിനെ. ആ കൊണ്ടുപോയി. ഒരുപാട് സ്ത്രീകൾ കാണാൻ വന്നു വേദുവിനെ. ആ അവരെല്ലാരും കൂടെ പൊക്കി കൊണ്ടുപോയി. പിന്നെ വേഗം പറ, ഇത് വേണോ ഇത് വേണോ? ഏതാ? എനിക്ക് അതാണ് എനിക്ക് തോന്നുന്നത് നല്ലത്. അയാള് പറഞ്ഞു ഇതാണ് യങ്സ്റ്ററിന്റെ പാറ്റേൺ, അപ്പൊ പ്രിയക്ക് പറ്റില്ല. ഇത് കുറച്ച് മമ്മിയുടെ പാറ്റേൺ. റൈറ്റോ ലെഫ്റ്റോ? അപ്പൊ അത് തന്നെ എടുക്ക്. അല്ല എനിക്ക് തോന്നുന്നു ലെഫ്റ്റ് എടുക്കാനാ. ലെഫ്റ്റ് ആണ് കുറച്ചുകൂടെ ഭംഗി. ഏതിതോ? അവൾക്ക് ബിഗ് ബാഗ് ഇവിടെയൊക്കെ പോകണം. നല്ലതാ. ഇതൊക്കെ നോക്കിക്കേ, എന്തൊരു പെർഫെക്ഷനാ നോക്ക് അല്ലേ. ഇതൊക്കെ എങ്ങോട്ട് പോകുന്നറിയോ? ഇത് ഈ ഷോപ്പ് US ബേസ്ഡാ. എല്ലാം US പോകുന്ന ഫാഷൻസ് ആണ്. US എത്രയാ അത് വിൽക്കുന്നതെന്ന് അറിയോ? ക്ലോസ് ടു 9,000 rupees ഈ ബാഗ്. ഇറ്റ് ലുക്സ് ലൈക്ക് ദാറ്റ് കേട്ടാ. US 9,000 ഈസി ആയിട്ട് വാങ്ങും. $110 വിൽക്കുന്നത്. എല്ലാം ഉണ്ട് പോളെ, പക്ഷെ നീ എന്താ അതൊക്കെ നല്ലതായിട്ട് പുറത്ത് പ്രസന്റ് ചെയ്യാത്തത്? ചെയ്തില്ലേ ഞാൻ നന്നായിട്ട്? ഇനിയെങ്കിലും അടങ്ങി നല്ല ക്ലാസ് ആയിട്ട് പോ. ലെതറിന്റെ ബാഗ് അങ്ങനെ പ്രിയ എടുക്കുവാണ്. ഹോപ്പ്ഫുള്ളി പ്രിയ നമ്മുടെ മാനിഫെസ്റ്റേഷൻ ഒരു ഹാപ്പി സ്റ്റോറിൽ ഈ ഒരു ബാഗ് കണ്ടിട്ട് ആൾക്കാർ എവിടെ ഒരു ഹാപ്പി സ്റ്റോർ എനിക്കും വേണം എന്ന് പറഞ്ഞു വന്നില്ലെങ്കിൽ സ്വഭാവം മാറും. If you have whatever, take a list. India. US. $100 ഓക്കെ dollar. ഓക്കെ Sure. ഷുവർ. ഇന്ത്യ പോയ എല്ലാരും ചോദിക്കുന്നു എവിടുന്നാന്ന്. നമുക്ക് കൊണ്ടുപോകണം കേട്ടോ പ്രിയ എങ്ങനെയെങ്കിലും. You're free to kick out. ബ്ലാക്ക് ഓ ബ്യൂട്ടിഫുൾ. നല്ലതാ, വേറെ ലെവലാണ്. Your style. ആ ഡിയോറിന്റെ കാട്ടി നല്ല ഒറിജിനാലിറ്റി ഉള്ള പാറ്റേൺ. എനിക്ക് വേണം. ഒരെണ്ണമായിട്ട് കിട്ടില്ലല്ലോ. ബാ വേറെ ലെവല് ഡാഡി ഭംഗി. കാണുന്നതെല്ലാം വേണം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ എല്ലാം ഞങ്ങൾ കൊണ്ടുവരും സ്റ്റോറിലേക്ക്. നോക്കിക്കോ ബാ, ഇതേ നോക്കിക്കേ. ഹാപ്പിയായി. എന്തിനിടയ്ക്ക് ബേബി കരഞ്ഞേ? റോട്ടിൽ പോയോ? പോലീസ് കാതി പിടിച്ചോ? ആ ഇത് നോക്കണം കേട്ടാ പോവാതെ. സൈക്കിളിൽ പോയതാണോ? ഓക്കെ. ഈ ചൈനയിലുണ്ടല്ലോ ഡ്രസ്സിന്റെ കളക്ഷൻ ഒക്കെ ആ. തന്നെ എടുക്കണം തോന്നുന്നു. ജ്വല്ലറിയുടെ കളക്ഷൻ കണ്ടോ? എന്റെ അമ്മ, ഇനി ക്രോക്കറി ഉണ്ട്, ടോയ്സ് ഉണ്ട്. അത് പറ്റില്ല. ബാഗിന്റെ കളക്ഷൻ കണ്ടപ്പോൾ എനിക്ക് പ്രാന്താവുന്നുണ്ട്. കൈ കണ്ട നമുക്ക് കിട്ടുന്ന സാമ്പിൾസ് ഒക്കെ വാങ്ങി കൂട്ടിയിട്ടുണ്ട് കേട്ടാ. ഒരു ആണ് ഇനി എയർപോർട്ടിൽ പോയി നമശിവായ വിളിക്കാണ്ട് കൂടെ തൊപ്പിയും കൂടെ കണ്ടപ്പോ നമ്മുടെ പ്രിയ നമ്മുടെ മാനിക്കുവിന് വേണ്ടി ഒരുപാട് പൈസ മുടക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് വേണ്ടി പോലും ഇത്രയും പൈസ മുടക്കുന്നില്ല. ആ മാനിക്കുവിന് വേണ്ടി ഡ്രസ്സ് മാറ്റുന്ന ഓക്കെ, തൊപ്പി, അതിന്റെ കയ്യില് ഗ്ലൗസ്, കാലില് ഷൂസ്. പറഞ്ഞാൽ കേൾക്കുമല്ലോ, എന്തെങ്കിലും പറഞ്ഞാൽ മിണ്ടാണ്ട് അത് സത്യം. ഷോപ്പൊക്കെ അടച്ചു. ഞങ്ങൾ ജസ്റ്റ് ഒരു സാമ്പിളിൽ കാണിക്കാൻ വേണ്ടി. ഇതാ ഞാൻ പറഞ്ഞത്, ചൈനയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് പുതിയ ഐഡിയാസ് തുടങ്ങും, ബിസിനസ് തുടങ്ങാനുള്ള മൈൻഡ് ഉണ്ടെങ്കിൽ വെറുതെ ചൈനയിൽ വന്ന് കറങ്ങിയാൽ മതി. അതെന്തിനും വേണമല്ലോ. പിന്നെ വിൽ പവറും മൈൻഡും കോൺഫിഡൻസും. അതെ അതെ. അപ്പോൾ പയ്യെ ഇറങ്ങാലോ. ഈ സാമ്പിൾസ് ഒക്കെ നാട്ടിൽ കൊണ്ട് ചെക്ക് ചെയ്യണം. നമുക്ക് കുറേ കാര്യങ്ങളുണ്ട്. അതെ, എങ്ങനെയെങ്കിലും നാട്ടിലേക്ക് സാമ്പിൾസ് എത്തിക്കണം. ഇതൊക്കെ നമ്മുടെ ഷോപ്പിലേക്ക് കൊണ്ടുവരാൻ പറ്റുമെന്ന് നോക്കണം. ഇപ്പോൾ ഉടനെ ഇല്ലെങ്കിലും ഫ്യൂച്ചറിൽ. നമ്മൾ വ്ളോഗ് അവസാനിപ്പിക്കാമല്ലോ. അപ്പോൾ ഈ ഫാഷൻ ബാഗിന് ആര് ചോദിച്ചാലും ചൈനയിൽ നിന്നാന്ന് പറയണം. ഒറിജിനൽ ലെതർ, US ക്വാളിറ്റി ഇമ്പോർട്ട്. ഓക്കെ, സോ നമുക്ക് വേറൊരു വ്ളോഗിൽ കാണാം. സ്റ്റേ ഹാപ്പി. ബൈ. ആൻഡ് ഐ എം ടെല്ലിങ് യു, നിങ്ങൾക്ക് ബിസിനസ് തുടങ്ങാൻ ഐഡിയ ഉണ്ടെങ്കിൽ, ഇഫ് യു ഹാവ് the willpower and you're sure that you'll be able to sell your products, come to China. It's waiting for you.